ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് എക്സ്ക്യൂസൊന്നും പറയുന്നില്ല. എപ്പോഴും പറയുന്ന എക്സ്ക്യൂസസ് തന്നെ ഉള്ളൂ. തിരക്കായിരുന്നു, നല്ല ബിസി ആയിരുന്നു, വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സമയം കിട്ടുമ്പോൾ കുറച്ചായിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആണെങ്കിൽ LDC സമയമായി. അപ്പം നല്ല പേടിയുണ്ട്. ഇപ്പം നന്നായിട്ട് ടെൻഷൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ LDCക്ക് എന്തായാലും ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. റിവിഷൻ ഇപ്പോഴൊന്നുമല്ല തുടങ്ങേണ്ടത്, നന്നായിട്ട് അറിയാം. പക്ഷേ സിറ്റുവേഷനും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ വന്നിട്ടുണ്ട് നവംബറിനാണ്. അപ്പം അതിലും ICDSലും LDCയിലും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സും കുറച്ച് ടോപ്പിക്സൊക്കെ ഉണ്ടല്ലോ. ഞാൻ എല്ലാത്തിൻ്റെയും സിലബസൊക്കെ ഒന്ന് വെച്ച് നോക്കി. അപ്പം നെക്സ്റ്റ് മന്ത് ഇനി ICDS ആണ്. എന്തൊക്കെ ആവുമെന്ന് എനിക്കൊരു ഐഡിയ അല്ല. ICDSും ഒരുപാട് കവർ ചെയ്യാൻ കിടക്കുന്നുണ്ട്. LDC ആണെങ്കിലും കംപ്ലീറ്റഡ് അല്ല, ബട്ട് റിവിഷൻ ചെയ്യുകയാണിപ്പം. ഓക്കെ, പഠിച്ചതൊക്കെ വെച്ചിട്ട് റിവിഷൻ ചെയ്യുകയാണ്. ദെൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അപ്പം അതിലേക്കും ഇനി സ്റ്റാർട്ട് ചെയ്യണം. LDC ഒക്കെ കഴിഞ്ഞ് ICDSും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നേരത്തെ തുടങ്ങണം. ഇനി എന്താ പറയുക, അവസാന നേരത്തൊന്നും നിൽക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ICDSൻ്റെ കുറച്ച് ഒരു പോർഷൻസ്, അതായത് ICDSനും പ്രൊബേഷൻ ഓഫീസറിലും വരുന്ന കോമൺ ടോപ്പിക്സൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പഴയ ബുക്സൊക്കെ തപ്പിയെടുക്കാനൊന്നുമില്ല, എല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമാണ്. പക്ഷേ ഞാനതൊക്കെ എടുത്തു. ഞാനിപ്പം ആ ബുക്സൊന്നും ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം നെറ്റ് എഴുതിയിട്ടില്ലല്ലോ ഇത്തവണയൊന്നും. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന്, ഇപ്പോൾ ICDS ഓൾറെഡി നമ്മൾ സോഷ്യോളജി ഒരുപാട് പഠിക്കുന്നുണ്ട്. നെറ്റിലുള്ള കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പ്രൊബേഷൻ ഓഫീസർ നോക്കുന്ന സമയത്തും അതിലും അത്യാവശ്യം സോഷ്യോളജിയുടെ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഡിസംബറിൽ നെറ്റ് എഴുതിയാലോ ഈ ഒരു അറിവൊക്കെ വെച്ചിട്ട് എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഉറപ്പിച്ചിട്ടൊന്നുമില്ല, പറയാം. എഴുതാനുള്ള ഓൾറെഡി എന്തായാലും അത്രയും ഭാഗങ്ങളൊക്കെ കവറപ്പ് ആവും. അപ്പോൾ പിന്നെ എഴുതി നോക്കാം എന്നുള്ളൊരു ചിന്ത അങ്ങനെ വരുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. അങ്ങനെ എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും. ഓക്കെ, ഇപ്പോൾ ഞാൻ അത് വെച്ചിട്ട് സോഷ്യോളജിയുടെ ഒരു ബേസിക് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുകയാണ്. സോഷ്യോളജിയുടെ ബേസിക് കണ്ടൻസ് എല്ലാം കവർ ചെയ്യുകയാണ് ഈ ഒരു പുസ്തകം വെച്ചിട്ട്. ഇത് നമ്മുടെ സിവിൽ സർവീസിൻ്റെ സോഷ്യോളജി ഓപ്ഷണൽ ബുക്കും നെറ്റിൻ്റെ ബുക്കുമാണ് ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലൊക്കെ കോമൺ ടോപ്പിക്സ് ആയിട്ട് തന്നെ അത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എവിടെയും തിരഞ്ഞ് നടക്കണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള ഒരു സോഴ്സ് തന്നെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതാണ് ആദ്യം കവർ ചെയ്യുന്നത്. അതിനുശേഷം ഇനി നമ്മൾ LDCയിലോട്ട് പോകും. അപ്പം LDC ഇപ്പം ഞാൻ മോർ ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് തന്നെയാണ്. മെൻ്റൽ എബിലിറ്റി, മലയാളം ഇംഗ്ലീഷും നല്ല തറവാക്കിയിട്ട് പോകണം എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുപോലെ മാത്സ് എനിക്ക് നല്ല പേടിയുണ്ട്, അതെങ്ങനെ നോക്കിയാലും തറവാവില്ല. പക്ഷേ മെൻ്റൽ എബിലിറ്റി നന്നായിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം, അതുപോലെ എക്കണോമിക്സ് ഒന്ന് നോക്കണം. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നോക്കണം എന്നുള്ളതുണ്ട് കേട്ടോ. എനിക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിട്ട് ഈ ഒരു 2 വീക്സ് അതിന് മാക്സിമം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇനി സ്കൂളൊക്കെ അടയ്ക്കുകയാണ്. എനിക്കറിയത്തില്ല സ്കൂൾ അടച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളത്. മക്കളൊക്കെ ഉണ്ടാവും, മക്കൾ വീട്ടിലുണ്ടാവുള്ള അവസ്ഥ അറിയാലോ. നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ കുട്ടികളെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ വേറെ ഒരു എന്താ പറയുക മക്കൾ ഡിസ്റ്റർബൻസ് എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ നമ്മൾ ഫ്രീ ആണ്, നമ്മൾ അലോണാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ മക്കളുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു വരി വായിച്ച് ഒരു വരി എഴുതിയൊക്കെ ഇരിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ തല്ലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉമ്മ 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 എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. എന്തായാലും നോക്കാം. അപ്പോൾ സ്കൂൾ അടയ്ക്കുന്ന ആ ഒരു 10 ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നേരത്തെ എഴുന്നേൽക്കണം. ഓൾറെഡി നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മക്കളെ പറഞ്ഞയക്കുന്നൊക്കെ ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിപാടി ഉണ്ടാവില്ല. ഷെർഫൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി അവർ എഴുന്നേൽക്കുന്നത് വരെ നന്നായിട്ട് ആ ഒരു സമയം LDCക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷും മലയാളം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ മീൻസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PYQ സ്പേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പം കഴിഞ്ഞ സ്റ്റേജസിൻ്റെയൊക്കെ LDC ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നോക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണിപ്പം ഇംഗ്ലീഷ്, മലയാളം പ്രിപ്പയർ ചെയ്യുന്നത്. മാത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, മാത്സ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാനിപ്പം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ICNYയുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സും പിന്നെ
ജെറിൻ സാറിൻ്റെ ക്ലാസ് തന്നെ അത്യാവശ്യം അടിപൊളിയായിരുന്നല്ലോ, പിന്നെ നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും മറ്റേത് ഞാൻ എക്സാം കുട്ടികൾക്കുള്ള ആ ഒരു ഇതാകുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ ഓൾറെഡി ബേസിക് മാത്സിൽ നമ്മുടെ എക്സാം ബേസിക് മാത്സിൽ ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ഉണ്ട് കേട്ടോ. സിവിൽ സർവീസ് ആസ്പിരൻ്റ് അല്ല, ഫാക്കൽറ്റിയാണ്. അപ്പം ആളായിട്ട് ഞാൻ പരിചയപ്പെട്ടു. സോഷ്യോളജി ഓപ്ഷനിൽ എടുക്കുന്ന ഫാക്കൽറ്റിയാണ്. പിന്നെ ഒരേ എന്താ പറയുക, വേവ് ലെങ്ത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഞാനങ്ങനെ ആളെ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആളുമായിട്ട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ എനിക്ക് എക്സാംസിന് വേണ്ടിയിട്ടാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതാണ് എക്സാം എന്ന് ചോദിച്ചപ്പോൾ ആൾ ഞാൻ ജസ്റ്റ് സിവിൽ സർവീസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ ആളുടെ ഒരു ഐ ഡി കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം അവിടെ ആൾ സോഷ്യോളജി ഫാക്കൽറ്റിയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. സോഷ്യോളജിയാണ്, സിവിൽ സർവീസാണ്, നമ്മളായിട്ട് എന്തോ ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പം ആളായിട്ട് ചാറ്റൊക്കെ ചെയ്തു. പറയുമ്പം എൻ്റെ സ്റ്റുഡൻ്റാണ് എന്ന് പറയാം. എന്നാൽ എന്താ പറയുക, എന്തോ ഭയങ്കര സന്തോഷമായി. ഓക്കെ, പിന്നെ അപ്പോൾ അതൊക്കെ പോട്ടെ. അതിന് ശേഷം പിന്നെ ഞാൻ LDCക്ക് വേണ്ടിയിട്ടിരുന്നു. LDCയുടേത് ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് മലയാളമാണ് മെയിനായിട്ട് നോക്കിയിട്ടുള്ളത് ഇന്നത്തെ ദിവസം. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ജോലികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാനും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാനതിന് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ മീൻ സ്മെല്ല് ചെയ്താൽ പിന്നെ മീൻ മുറിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരുന്നു. വീണ്ടും നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മലയാളത്തിൽ ഇന്ന് ഒറ്റപ്പദമല്ല സോറി പദശുദ്ധി അതുപോലെ വാക്യശുദ്ധി ഇത് രണ്ടുമാണ് നന്നായിട്ട് നോക്കിയിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് PYQs എല്ലാം നോക്കിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള പ്രിൻറ്റഡ് നോട്ട്സ് കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ട്. ദെൻ PYQ റിലേറ്റഡ് ആയിട്ടുള്ളതും ഇനി വരാൻ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ സൈലം അതുപോലെ എൻട്രിയുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിനും കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. വാക്യശുദ്ധി ഓഫ് കോഴ്സ് സൈലത്തിൻ്റെയാണ്, ഗുരുവിയുടെയാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവിയുടെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമായിട്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടേ കാണും. മാമിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തോന്ന് അറിഞ്ഞൂടാ. ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ഒരു പോസിറ്റീവ് വൈബാണ് ക്ലാസ് കാണുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് കോൾസൊക്കെ വരുന്നുണ്ട്, മക്കളുടെ കോൾസ് വരുന്നുണ്ട്, മെസ്സേജസ് വരുന്നുണ്ട്, നമ്മുടെ മീറ്റിങ്സ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി മാത്രമായിട്ടൊന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ദെൻ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈവനിങ് വരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം. പിന്നെ ഈവനിങ് ആയപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, കാരണം അതിന് നീട്ടി വെക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. വെക്കേഷൻ വരെയാണ്, അപ്പോൾ മക്കൾക്ക് ഒരുപാട് പോർഷൻസ് പെൻഡിങ് ഉണ്ട്. കാരണം ഓണം എക്സാംസ് ഒക്കെ ആയത് കാരണം കുറേ കുട്ടികൾ ക്ലാസ് കാണുന്നുണ്ടായിരുന്നില്ല, അവർ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ കുറച്ച് CBSE കുട്ടികൾക്കും ഇതുപോലെ പെൻഡിങ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് നമ്മൾ ഈ ഒരു വെക്കേഷൻ എന്തായാലും നമ്മളെന്ന് പറഞ്ഞാൽ 4 days നമ്മൾ ലീവാണ്. അപ്പം ആ ഒരു ദിവസവും അതുപോലെ തന്നെ സ്റ്റേറ്റിന് 10 ദിവസം ലീവ് ഉണ്ടല്ലോ, ആ ദിവസമൊക്കെ കൂടി ചേർത്തിട്ട് അവർക്ക് കുറച്ച് പെൻഡിങ് ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഓരോ മെൻറ്റേഴ്സും അവരുടേതായ രീതിയിലാണ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയാൻ ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് ഒക്കുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു ചാപ്റ്റർ വൈസ് ചെയ്യാം. അങ്ങനെ ഞാൻ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ എടുത്തിട്ട് എത്ര കുട്ടികളുണ്ടോ പെൻഡിങ് വരുന്നത് ആ കുട്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് എടുത്തു. ദെൻ അവരൊക്കെ ഞാൻ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ചധികം തന്നെ വർക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കിയിട്ട് പെൻഡിങ് ഉള്ളവർക്ക് അങ്ങനെ ഗ്രൂപ്പിലിട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇത് ചാപ്റ്റർ വൈസ് ആകുമ്പം ഏകദേശം ഒരു 10-14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഓരോ ചാപ്റ്ററിലെയും ഗ്രൂപ്പുകളാക്കാം, കുട്ടികളെ ഗ്രൂപ്പാക്കുക എന്നുള്ളതും അവരെ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് പണിയായിരുന്നു.
അപ്പം കുറച്ചധികം സമയം അതിന് വേണ്ടിയിട്ടിരുന്നു. ഈവനിങ് അതിന് വേണ്ടിയിട്ടിരുന്നു. മക്കൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മദ്രസയിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്കല്ലേ, അവർ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ സമയം എനിക്ക് ബാക്കിയുണ്ടാവും. പിന്നെ എന്താ ഷർഫൊക്കെ രാത്രി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പണിയുണ്ടെന്ന്. അപ്പോൾ രാത്രിയിൽ ആ പണിയും എനിക്ക് കുറവാണ്. അല്ലെങ്കിൽ ഷർഫൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഏഴൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, പിന്നെ അടുക്കളയിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ ഇത് ഷർഫൊക്കെ ഇല്ല, മക്കളും വരുന്നില്ല, മക്കളും വീട്ടിലോട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നിനും നിന്നില്ല. ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതിന് വേണ്ടിയിട്ടിരുന്നു. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടെ പെൻഡിങ് ബാക്കിയായി. കാരണം അത്രയും ചാപ്റ്റേഴ്സ് ഉള്ളത് കാരണം കുറച്ചുകൂടെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി പിന്നെ ഒരു ദിവസം ചെയ്യാം, നാളെ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ നിന്നു. ഓക്കെ, അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ രാത്രിയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ കിടന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഇരുന്നത്. ഇംഗ്ലീഷും ഞാൻ മലയാളം ചെയ്ത പോലെ തന്നെയാണ്. PYQs എടുത്തു. ദെൻ ഈ 4 സ്റ്റേജസിൽ PYQ എടുത്തു. എന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരാവുന്നതൊക്കെ എടുത്തു കേട്ടോ. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ എൻട്രിയുടെ ക്ലാസ് കണ്ടു. എൻട്രിയുടെ ക്ലാസ്സിൽ ഷ്യൂർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ വരുന്ന സംഭവങ്ങളൊക്കെ നോട്ടായിട്ട് തന്നെ എഴുതി വെച്ചു. റിവൈസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നോട്ട് എഴുതിയത്. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മാക്സിമം റിവൈസ് ചെയ്താൽ തന്നെയല്ലേ ചെയ്യാൻ പറ്റും, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം ഇതാണ് മലയാളത്തിൽ ഇത് ഞാൻ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് ചെയ്തതാണെന്ന് എല്ലാം പദശുദ്ധിയും വാക്യശുദ്ധിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സമാധാനമുണ്ട്. 2 ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സമാധാനമുണ്ട്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്തു നോക്കി. ഒരുപാട് വീഡിയോസിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ചെയ്തു നോക്കി, നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ. ദെൻ നമ്മൾ ഇംഗ്ലീഷിലോട്ടാണ് ഉണ്ടായിരുന്നത്, രാത്രി ഇരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇംഗ്ലീഷിനും ഇതേപോലെ തന്നെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.